നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അവരുടെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരുന്നത് നമ്മുടെ പരാജയമല്ലേ? ചില്ലകൾക്ക് ഇലകളോട് മിണ്ടാൻ സമയമില്ലാതാകുമ്പോൾ എവിടെ നിന്നോ വന്ന കാറ്റിനോട് ഇലകൾ സങ്കടം പറയും. എൻ്റെ മൗനത്തിൻ്റെ അർത്ഥം എനിക്കൊന്നും പറയാനില്ലെന്നോ, നീ പറയുന്നത് ശരിയാണെന്നോ അല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്കതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന എൻ്റെ തിരിച്ചറിവാണ്. സംസാരമില്ലാത്തിടത്ത് അടുപ്പം കുറയും, അപ്പോൾ സ്നേഹം കുറയും, പിന്നെ ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകും. മിണ്ടുക എന്നത് പലയിടങ്ങളിലും ഒരു പരാജയമല്ല, അതൊരു വിജയമാണ്. മൗനം ഒരു തരത്തിൽ വിട്ടുനിൽക്കലാണ്, അതിലുപരി പലയിടത്തു നിന്നുമുള്ള പിന്മാറ്റം കൂടിയാണ്. നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ കൂടി മനോഹരമാകുന്നത് അത് കേൾക്കുവാൻ ഒരാളുണ്ടാകുമ്പോഴാണ്. ഇഷ്ടങ്ങളോടൊക്കെ മുഖം തിരിക്കുന്ന രണ്ടുപേർ, എന്തിനും ഏതിനും പിന്നെ കുറ്റങ്ങൾ മാത്രം. കണ്ടാലും മിണ്ടിയാലും മിണ്ടാതിരുന്നാലും ഒക്കെ കുറ്റം. ഒരാൾ സ്വയം മിണ്ടുന്ന നേരങ്ങളിൽ മറ്റേയാൾക്ക് അസ്വസ്ഥത, പതിഞ്ഞ സ്വഭാവം കാണിക്കുമ്പോൾ വെറുതെ അങ്ങ് ദേഷ്യം. ഒരാൾ തളർന്നാലോ സന്തോഷിച്ചാലോ കിതച്ചാലോ കരഞ്ഞാലോ പിന്നെ മുഖാമുഖം വരികയേയില്ല. ചുട്ടുപൊള്ളി വിയർത്തിരിക്കുമ്പോൾ കുത്താനായി മാത്രം വാക്കുകൾ തീക്കൊള്ളി പോലെ വരും. സ്നേഹത്തിൽ കെട്ടിയ വേലികളൊക്കെ അപ്പോൾ തുരുമ്പെടുത്തു പോകും. ഇന്നലകളിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇന്ന് വെറും അപരിചിതരാകുമ്പോൾ സ്വയം പണി കഴിപ്പിച്ച ഇരുട്ടറയിൽ ജീവിതമങ്ങ് പിടഞ്ഞു വീഴും. എല്ലാം മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുവെന്ന ന്യായീകരണം മാത്രം. ഭർത്താവിന് ഭാര്യയിൽ നിന്നോ നേരെ തിരിച്ചോ കിട്ടുന്ന സന്തോഷങ്ങളെക്കാളും സമാധാനത്തെക്കാളും വലുത് വേറെ എന്തിൽ നിന്നെങ്കിലും കിട്ടുമെന്ന് തോന്നിത്തുടങ്ങുന്നത് അപ്പോഴാണ്. ആലോചിച്ചു നോക്കിയാൽ വലിയൊരു അത്ഭുതം തന്നെയല്ലേ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രഹസ്യവുമാണ്. ഇന്നലെ വരെ അപരിചിതരായിരുന്നവർ ഒരു പ്രത്യേക നിമിഷത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാമെന്ന് സ്നേഹത്തിൽ വാഗ്ദാനം നൽകി കരങ്ങൾ കോർക്കുന്ന നിമിഷമാണത്. ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന വസന്തങ്ങളിൽ മാത്രമല്ല, വേനലുകളിലും ഒരുമിച്ച് തന്നെ നിൽക്കാമെന്ന് ഓരോ ദമ്പതികളും പറയാതെ പറയുന്നുണ്ട്. എനിക്ക് നീ മാത്രമെന്നും നിന്റെ സ്നേഹത്തിൽ ഞാനെന്നും സുരക്ഷിതനായിരിക്കുമെന്നും മറ്റൊരു സ്നേഹത്തിന് പിന്നാലെയും ഞാൻ വഴിതെറ്റില്ലെന്നുമൊക്കെ പ്രണയം മാത്രമാകുന്ന തുടക്കകാലത്തെ പരസ്പരമുള്ള തീവ്രതയിൽ അവർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ കാണെ എപ്പോഴോ എങ്ങനെയോ അതിന് മാന്ദ്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുകൂല സാഹചര്യങ്ങളിൽ മറ്റൊരു സ്നേഹത്തിൻ്റെ എരിതിയിൽ അവരിലൊരാൾ പതിക്കുകയോ ചെയ്തേക്കാം. അതുവരെ ഉണ്ടായിരുന്ന ദാമ്പത്യ നദിയുടെ സ്വച്ഛമായ ഒഴുക്കിലേക്ക് ആരോ വലിച്ചെറിഞ്ഞ ചെറു കല്ലുപോലെയാണത്. ദാമ്പത്യം ഹൃദയം കൊണ്ട് പ്രണയത്തിൻ്റെ ഭാഷയിൽ എഴുതുന്ന ഒരു മഹാകാവ്യമാണ്. അതിൽ കടന്നു വരാവുന്ന അക്ഷരത്തെറ്റാണ് ഇണകളിൽ ഒരാൾക്ക് സംഭവിക്കുന്ന വീഴ്ച. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതും എപ്പോഴും ഒഴിവാക്കേണ്ടതുമായ ഒന്ന്. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു വട്ടമെങ്കിലും വഴിതെറ്റാത്തവർ നമുക്കിടയിൽ എത്ര പേരുണ്ടാകും? ഓരോരുത്തരും സ്വന്തം നെഞ്ചിൽ കൈവച്ച് കണ്ടെത്തേണ്ടെന്ന ഉത്തരമാണത്. രാഗം തെറ്റിയാലും താളം പിഴച്ചാലും തിരുത്താൻ നാം തയ്യാറാണോ? ഇണയുടെ വീഴ്ചയോട് ക്ഷമിക്കുവാൻ സന്നദ്ധമാണോ നമ്മൾ? എങ്കിൽ അവിടെ തീർച്ചയായും വീണ്ടും ദാമ്പത്യം തളിരിടും. ഈ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത ദാമ്പത്യകാലത്തിലൂടെ കടന്നു പോകുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണിത്. കാലം മായ്ക്കാത്ത തെറ്റുകളോ മുറിവുകളോ ഒന്നുമില്ലെന്നേ. ഒരു പെരും മഴയിൽ ഒഴിച്ചു പോകാത്ത മാലിന്യങ്ങളുമില്ല. ഇലപൊഴിച്ച മരങ്ങൾ വീണ്ടും തളിർക്കാതിരിക്കുന്നുമില്ല. പ്രകൃതിയെയും ചുറ്റുപാടുകളെയും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന ഇക്കാര്യം ദാമ്പത്യ ബന്ധത്തിലും ആവശ്യമാണ്. ദാമ്പത്യത്തിൽ പ്രധാനം സന്തോഷം മാത്രമല്ല, സ്ഥിരതയാണെന്നത് എപ്പോഴും ഓർമ്മയുണ്ടാകണം.